പുതിയ മലയാളം സിനിമയായ മോഹിനിയാട്ടം എന്ന ചിത്രത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളുടെ ഒരു ദ്രുതവിവരണമാണിത്. ആദ്യ ഭാഗമായ ഭരതനാട്യം കണ്ടവർക്കറിയാം, അതിനേക്കാളൊക്കെ എത്രയോ ഗംഭീരമായി ഡാർക്ക് ഹ്യൂമർ ശൈലിയിലൊരുക്കിയ ഈ രണ്ടാം ഭാഗം എന്തുകൊണ്ടാണ് പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി ഇതിലെ കഥാഗതിയും ഡാർക്ക് ഹ്യൂമറും തന്നെ നമുക്കെടുക്കാം. സിനിമയുടെ ആദ്യ ഭാഗം വളരെ സാധാരണ നിലയിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ സംഗതി മാറും. ഡാർക്ക് ഹ്യൂമറിലൂടെ സിനിമ തികച്ചും ആവേശകരമായി മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ പതുക്കെ തുടങ്ങി പെട്ടെന്ന് സ്പീഡ് കയറി നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു റോളർ കോസ്റ്റർ യാത്ര പോലെയാണ് ഇതിന്റെ ഈ രണ്ടാം പകുതി. രണ്ടാമതായി ഈ ഡാർക്ക് ഹ്യൂമർ ഇത്രത്തോളം വർക്കൗട്ടാക്കിയത് ഇതിലെ അഭിനേതാക്കളാണ്. മെയിൻ താരങ്ങളെക്കാൾ ഉപരി സഹതാരങ്ങൾ തങ്ങളുടെ പ്രകടനത്തിലൂടെ ഒരു സിനിമയെ ഇത്രത്തോളം മനോഹരമാക്കുന്നത് ശരിക്കും കൗതുകകരമല്ലേ. പ്രശസ്ത റാപ്പറിൽ നിന്നും നടനായി മാറിയ ബേബി ജീൻ, അതുപോലെ സ്ഥിരമായി വഴിപോക്കനായി വരുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നന്ദു പൊതുവാൾ എന്നിവരുടെ ആ ഒരു കോമഡി ടൈമിങ്ങും പ്രകടനങ്ങളുമാണ് സിനിമയുടെ പ്രധാന ഹൈലൈറ്റ്. അവസാനമായി ഇതിന്റെ വിജയത്തിന് പിന്നിലെ ആ രഹസ്യം നോക്കാം. ഈ മികച്ച പ്രകടനങ്ങളൊന്നും വെറുതെ അങ്ങ് സംഭവിച്ചതല്ല കേട്ടോ. പണത്തിനു വേണ്ടി മാത്രം തട്ടിക്കൂട്ടിയൊരു രണ്ടാം ഭാഗവുമല്ലേ ഇത്. ആദ്യ ഭാഗം തിയേറ്ററിൽ പരാജയപ്പെട്ടതും ശക്തമായ തിരിച്ചുവരവുകൾക്ക് പേരുകേട്ട സംവിധായകൻ മിഥുൻ മാനുവൽ തോമസിന്റെ ശൈലിയിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് ഈ രണ്ടാമത്തെ പടം ഇത്രയും ഗംഭീരമാക്കിയതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കിടിലൻ പ്രകടനങ്ങളും ഡാർക്ക് ഹ്യൂമറും ഒത്തുചേരുന്ന മോഹിനിയാട്ടം തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ടിരിക്കേണ്ട ഒരു പക്ക എന്റർടൈനറാണ്.